Okay, good morning, dear children. In the previous class, we have discussed factorization of some algebraic expressions by using identities, mathematical identities. കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് ചില ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിന്റെ ഫാക്ടറൈസേഷനും അതിന്റെ എക്സ്പാൻഷനുമാണ് നമ്മൾ പഠിച്ചത്. ടുഡേ again we will discuss some factorization and expansion of algebraic expressions. Look here, the first question. Here the first question is to factorize 4x square plus 9y square plus 16z square plus 12xy minus 24yz minus 16xz. ഇത് നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയ എക്സ്പ്രഷൻ ആയിട്ട് തോന്നും. പക്ഷേ എല്ലാ ഐഡന്റിറ്റീസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐഡന്റിറ്റി ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നോക്കൂ, നമുക്കറിയാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ക്വയർ, ഇതിന്റെ റിസൾട്ട് എക്സ് സ്ക്വയർ പ്ലസ് y square plus z square plus 2xy plus 2xz plus 2yz. ഇതാണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്ന എക്സ്പ്രഷന്റെ എന്ന ഐഡന്റിറ്റിയുടെ ഇക്വാലിറ്റി. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്ക്, ഈ എക്സ്പ്രഷൻ 4x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ പ്ലസ് എന്ന ഈ എക്സ്പ്രഷൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ഇവിടുത്തെ ഈ ആർ എച്ച് എസുമായിട്ട് ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും അല്ലേ? നോക്ക്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ടേം ഉണ്ട്, ഇവിടെയും ഒരു സ്ക്വയർ ടേം ഉണ്ട്, പിന്നെ ഒരു വൈ സ്ക്വയർ ടേം ഉണ്ട്, ഒരു സെഡ് സ്ക്വയർ ടേം ഉണ്ട്, ഒരു എക്സ് വൈ ടേം ഉണ്ട്, ഒരു വൈ സെഡ് ടേം ഉണ്ട്, ഒരു എക്സ് സെഡ് ടേം ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റിയാണ്. അപ്പൊ ഇനി ഇവിടെ എന്താണ് എക്സ്, എന്താണ് വൈ, എന്താണ് ഇസഡ് എന്ന് മനസ്സിലാക്കണം. അതിന് നോക്ക്, ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇവിടെ എക്സിനെ എന്താക്കി എടുക്കാന്നോ, എക്സിനെ 2x എന്നാക്കി എടുക്കാം. ഈ 2x ദ ഹോൾ സ്ക്വയർ നോക്ക്, 2ന്റെ സ്ക്വയർ അല്ലേ 4. അതുപോലെ വൈക്ക് പകരം നമുക്ക് എന്തെടുക്കാന്നോ, 3y എന്നെടുക്കാം. നോക്ക്, 3y ദ ഹോൾ സ്ക്വയർ, 3y ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര വരിക? 3y ന്റെ ഹോൾ സ്ക്വയർ 9y സ്ക്വയർ വരും. ഇനി ഇസഡിന് പകരം നമുക്ക് എന്താ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക? ഇസഡിന് പകരം നോക്ക്, ഇവിടെ എല്ലാം പോസിറ്റീവ് അല്ല, ഇവിടെ ചിലതൊക്കെ എല്ലാം പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ എല്ലാം പോസിറ്റീവ് അല്ല, ചിലത് നെഗറ്റീവും ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ് തീരുമാനിക്കുന്നത് ഈ ഇസഡ് ആണ്. ഇസഡിനെ നമുക്ക് -4z എന്ന് എടുക്കണം, എങ്കിലേ ഇവിടെയും ഇവിടെയും നെഗറ്റീവ് ചിഹ്നം വരുള്ളൂ. കാരണം നോക്കി, ഈ ഇസഡിനെ ഈ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് കിട്ടും. ഇവിടെയും ഒരു ഇസഡ് ഉണ്ട്, ഇസഡിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്പിൾ ആണ്, ഇതിന്റെ വർക്ക് നമുക്ക് കഴിഞ്ഞു. ഇതിനെങ്ങനെ എഴുതാം? 2x this is equal to 2x plus yക്ക് പകരം 3y minus 4z എന്ന് എഴുതാം, ഇതിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് ഫാക്ടറൈസേഷൻ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. ഒന്നുമില്ല, ഈ ഓൾജിബ്രായിക് ഐഡന്റിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി നോക്ക് വേറൊരു ക്വസ്റ്റ്യൻ. Write the following cubes in the expanded form. In the previous question what we discussed, how to factorize by using identity. ഇവിടെ just reverse by expanding this expression by using again the identity. Look here, ഇത് വളരെ സിമ്പിൾ ആണ്. 2x plus 1 the whole cube. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് a plus b അല്ലെങ്കിൽ x plus y whole cube എന്ന ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയുടെ റിസൾട്ട് എന്താ? a cube plus 3a square b plus 3ab square plus b cube. ഓക്കെ, a plus b the whole cube എന്ന ഐഡന്റിറ്റി ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ചോദ്യത്തിൽ നമുക്ക് a ആയിട്ട് 2x നെയും b ആയിട്ട് 1 നെയും എടുക്കാം അല്ലേ? we consider a as 2x and b as 1. then just expand like this, then it will be this is equal to 2x ഇതിന്റെ ക്യൂബ്. a ക്യൂബ് എന്ന് പറഞ്ഞാൽ
2x ന്റെ ക്യൂബ് പിന്നെന്താ വരിക പ്ലസ് 3 ഇൻറ്റു 2x ന്റെ സ്ക്വയർ 3a സ്ക്വയർ ഇൻറ്റു 1 എന്ന് വരും അല്ലേ പ്ലസ് പിന്നെന്താ വരിക 3 ഇൻറ്റു 2x ഇൻറ്റു 1 ന്റെ സ്ക്വയർ b സ്ക്വയർ പ്ലസ് 1 ക്യൂബ് ഇങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി ഇത് എത്ര വരിക 2x ക്യൂബ് എന്ന് പറഞ്ഞാൽ 8x ക്യൂബ് ആയിരിക്കും 2x ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് 2 ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് അപ്പൊ 8x ക്യൂബ് പ്ലസ് ഇവിടെ നോക്ക് 2x the whole square what is 2x the whole square which is equal to 4x square 2 ന്റെ സ്ക്വയർ 4 ആണ് അപ്പോൾ 4x square അപ്പോൾ ഇവിടെ ഒരു 4x square ഉണ്ട് പുറത്തൊരു 3 ഉണ്ട് അപ്പോൾ 3 into 4 എന്ന് പറയുമ്പോൾ 12 12 into 1 വീണ്ടും 12 അപ്പോൾ 12x square ഇവിടെ എന്താ വരിക 12x square പിന്നെ 3 into 2 into 1 square എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പോൾ അവിടെ വരുന്നത് 6x എന്നാണ് പിന്നെ പ്ലസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ this is the expanded form of 2x plus 1 the whole cube. I'll consider this question number 2 2a minus 3b the whole square ഇവിടെയും very easily നമുക്ക് recognize ചെയ്യാം ഏത് ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് a minus b എന്ന ഐഡന്റിറ്റി ഉപയോഗിക്കാം ഓക്കെ ഈ ഫോമിലല്ലേ a minus b അപ്പോൾ a minus b ഇതിന്റെ റിസൾട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം this is equal to a cube minus 3 a square b plus 3 ab square minus b cube ഇതാണ് a minus b the whole cube ന്റെ റിസൾട്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് a നെ എന്താക്കി എടുക്കാം 2a ആയിട്ട് കൺസിഡർ ചെയ്യാം b നെയോ 3b ആയിട്ട് കൺസിഡർ ചെയ്യാം in this question we can consider a as 2a and b as 3b now just give the values this is equal to a cube എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ which is 2a ഇതിന്റെ ക്യൂബ് ആണ് 2a ന്റെ ക്യൂബ് minus 3 into a square a എന്ന് പറഞ്ഞാൽ 2a ആണ് അപ്പോൾ 2a ന്റെ സ്ക്വയർ into b എന്ന് പറഞ്ഞാൽ എന്താ 3b പിന്നെ ബാക്കി വരുന്നത് എന്താ പ്ലസ് 3 into a is 2a b square means 3b യുടെ സ്ക്വയർ minus b cube എന്ന് പറഞ്ഞാൽ minus 3b the whole cube ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം when you simplify this one 2a the whole cube which is equal to 2 cube into a cube 2 cube is 8 so it will be 8a cube minus here 2a the whole square which is 4a square into 3 4 into 3 which is 12 into again 3 which is equal to 12 into again 3 which is equal to 36 so 36 you will get 36 a square b ഇവിടെ ഒരു a square ഉണ്ട് അപ്പോൾ a square ഉണ്ടാവും പിന്നെ b മാത്രമേ ഉള്ളൂ പ്ലസ് പിന്നെ എന്താ ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ 3b square ഉണ്ട് 3b square എന്ന് പറഞ്ഞാൽ 9b square ആണ് 9 ഉം പിന്നെ ഇവിടെ പുറത്ത് എന്താ ഉള്ളത് 6 3 into 2 എന്ന് പറയുമ്പോൾ 6 ആണ് അപ്പോൾ 9 times 6 എന്താ 9 times 6 54 അപ്പോൾ ഇവിടെ 54 a b square minus 3b അതിന്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ് 27b cube this is the expanded form of 2a minus 3b the whole cube okay ഇത് വളരെ ഈസി ആണ് നമുക്ക് ഈ ഐഡന്റിറ്റീസ് വ്യക്തമായിട്ട് അറിയുമെങ്കിൽ വളരെ ഈസി ആണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും okay ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇവിടെയും നമുക്ക് അതേ ഐഡന്റിറ്റിയാണ് ഉപയോഗിക്കേണ്ടത് ഏത് ഐഡന്റിറ്റി ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് a plus b the whole cube ഈ ഐഡന്റിറ്റി അതാണല്ലോ ഇവിടെ a plus b ഫോമിലല്ലേ ഇതിന്റെ റിസൾട്ട് എന്താ a cube plus
3a square b plus 3ab square plus b cube. ഇനി നോക്ക്, ഈ എക്സ്പ്രഷനിൽ നമുക്ക് എക്ക് പകരം 3/2x എന്ന് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എ, 1 ആണ് നമ്മുടെ ബി. കൺസിഡറിങ് a as 3/2x and b as 1, expand this. When you expand this, you will get a cube. A cube means 3 divided by 2. 3 divided by 2 x. ഇതിന്റെ ഹോൾ ക്യൂബ്. ഇതിന്റെ ഹോൾ ക്യൂബ്. പിന്നെന്താ വരിക? പ്ലസ് 3 into a square. A square means 3/2x. ഇതിന്റെ സ്ക്വയർ. ഇതാണ് 3a square. Into b. Into b എന്ന് പറഞ്ഞാൽ into 1. Plus again 3 into a. a എന്ന് പറഞ്ഞാൽ 3 divided by 2x. Into b square. b square എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ? 1 square. Plus b cube. b cube means 1 cube. ഇനി ഒന്നുമില്ല, ഇത് വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. This is equal to, ഇവിടെ വരുന്നത് 3/2x the whole cube. 3/2x the whole cube. അപ്പോൾ 3/2 the whole cube into x cube എന്നാണ് വരിക. 3/2 the whole cube എന്ന് പറഞ്ഞാൽ 3 cube divided by 2 cube. ഇവിടെ നോക്ക്, 3/2 x ഇതിന്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 3/2 ഇതിന്റെ ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണ്. ഇത് ചെയ്യുമ്പോൾ 3 ക്യൂബ് ഡിവൈഡഡ് ബൈ, ഇതിന്റെ ആൻസർ 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണ്. ദിസ് ഇസ് ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറയുന്നത് എത്ര? 27 ആണ്. 27 ഡിവൈഡഡ് ബൈ 8 എക്സ് ക്യൂബ്. അപ്പൊ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 27 divided by 8x cube. ഓക്കെ, പ്ലസ് ഇവിടെ നോക്ക്, ഇവിടെ 3/2ന്റെ സ്ക്വയർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്താൽ സ്ക്വയർ ആണ് അവിടെ ഉള്ളത്. അപ്പൊ 9/2 എന്നാണ് വരിക. 9/4 എന്നാണ് വരിക. 9/4. പിന്നെ പുറത്ത് നമുക്ക് വീണ്ടും ഒരു 3 ഉണ്ട്. അപ്പൊ 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 ഡിവൈഡഡ് ബൈ 4 ആണ് ഇവിടെ ഉണ്ടാവുക. 4x സ്ക്വയർ ഇൻറ്റു 1 ഉണ്ട്. അപ്പൊ അത് എഫക്ട് ചെയ്യൂല. പ്ലസ് പിന്നെന്താ ഇവിടെ ഉള്ളത്? പ്ലസ് 3 into 3/2x into 1 square. അപ്പൊ 3 into 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 divided by 2x. പിന്നെ പ്ലസ് 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആക്കാം, അത് അത്യാവശ്യമില്ല. ഓക്കെ, ഇനി ഇതിൽ ഒരു ചോദ്യം കൂടി നമ്മൾ ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ അടുത്ത ചോദ്യം നോക്ക്, എക്സ് മൈനസ് 2/3y the whole cube. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി ഇത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇത് എയും ഇത് ബി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഏത് ഫോർമുല വരിക? a മൈനസ് ബി. അപ്പൊ a മൈനസ് ബി the whole cube. a minus b the whole cube ന്റെ റിസൾട്ട് തെറ്റാതെ ഓർത്തിരിക്കണം. ചിലയിടത്ത് മൈനസ് ഉണ്ട്, ചിലയിടത്ത് പ്ലസ് ഉണ്ട്. ഇതിന്റെ റിസൾട്ട് വരുന്നത് a cube മൈനസ് 3a square b. Be very careful while doing this one. Plus 3ab square minus b cube. ഇതാണ് a minus b the whole cube ന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ a എന്ന് പറഞ്ഞാൽ x ആണ്, b എന്ന് പറഞ്ഞാൽ 2/3y ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക? ദിസ് ഇസ് ഈക്വൽ ടു a ക്യൂബ് എന്ന് പറഞ്ഞാൽ x ക്യൂബ് എന്ന് വരും. x ക്യൂബ് മൈനസ് 3 into x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ into b. b എന്ന് പറഞ്ഞാൽ എന്താ? 2 divided by 3y. ഓക്കെ, then പ്ലസ് 3 into a എന്ന് പറഞ്ഞാൽ x ആണ്. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/3y. ഇതിന്റെ സ്ക്വയർ, അതാണ് നമ്മുടെ b. അപ്പൊ ഇതിന്റെ സ്ക്വയർ. പിന്നെ അവസാനം വരുന്നത് മൈനസ് b ക്യൂബ്. b ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 divided by 3y the whole cube. ഓക്കെ, now this is equal to x ക്യൂബിനെ നമുക്ക് x ക്യൂബ് എന്ന് തന്നെ എഴുതാം. x ക്യൂബ് ഇവിടെ നോക്ക്,
ഇവിടെ 3 ഇൻറ്റു ന്യൂമറേറ്ററിൽ ഉള്ളത് 3ഉം 2ഉം ആണ്. 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 എന്ന് വരും. അപ്പൊ മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പൊ ആ 3 കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ അത് കട്ട് ചെയ്യുക. ഈ 3യും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ മൈനസ് 2x² y എന്ന് വരും. ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ പ്ലസ്, ഞാൻ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്ത ഇവിടെ 3x ഇൻറ്റു ഓക്കെ 2/3y ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 9 ആണ് വരിക. 4 ഡിവൈഡ് ബൈ 9 y². പിന്നെ മൈനസ് 2/3 അതിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 27. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്തതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ കേട്ടോ, y³. ഈ സ്റ്റെപ്പ് ഞാൻ എഴുതിയത് ഇവിടെ ഈ 9ഉം 3ഉം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x³ മൈനസ് 2x²y. ഇനി ഈ 3ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 ടൈം, ഹിയർ 3 ടൈം. അപ്പൊ നമുക്ക് എന്താ വരിക? 4/3 എന്നേ വരുള്ളൂ. 4 ഡിവൈഡഡ് ബൈ 3 ഇവിടെ ഒരു x ഉണ്ട്, പിന്നെ ഒരു y² ഉണ്ട്. മൈനസ് 8 ഡിവൈഡഡ് ബൈ 27 y³. അപ്പൊ നോക്കി, ഇതാണ് x മൈനസ് 2/3y ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഡഡ് ഫോം. അപ്പൊ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാകണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഐഡന്റിറ്റീസ് എന്താണ് എന്നുള്ളതാണ്. എല്ലാ ഐഡന്റിറ്റീസും നമ്മൾ 7 ഐഡന്റിറ്റി പഠിച്ചു. ഓരോ ഐഡന്റിറ്റീസും കൃത്യമായിട്ട് എന്താണെന്ന് അറിയണം. എങ്കിലേ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ വീഡിയോ 2-3 പ്രാവശ്യം കേട്ടിട്ട് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.